അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പഴയ ആളുകൾക്കൊക്കെ അറിയാം 10 കിതാബ് പറഞ്ഞൊരു കിതാബുണ്ട്. 12 കിതാബാണെങ്കിലും പേര് പറയൽ 10 കിതാബ് എന്ന്. അതിൽ ബഹുമാനപ്പെട്ട കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു പോയിന്റ് അള്ളാഹു പറഞ്ഞ ഒരു പോയിൻ്റാണ്. നല്ല ശ്രദ്ധിക്കേണ്ട പോയിൻ്റാണ്, മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റാണ്. അദ്ദേഹം പറയാണ്, തൗറാത്തിൽ കണ്ടൊരു പോയിൻ്റാണ് അദ്ദേഹം പറയുന്നത്. ഇൻ റലീത്ത ബിമാ ഖസംതു ലക്ക അറഹത്തു കൽബക്ക വ ബദിനക്ക. യബ്ന ആദം, മനുഷ്യരായ എന്നോടും നിങ്ങളോടും അള്ളാഹു പറയാണ്, മനുഷ്യ, ഇൻ റലീത്ത ബിമാ ഖസംതു ലക്ക, നിനക്ക് ഞാൻ തരുന്നത് കൊണ്ട്. അള്ളാഹു താല പണക്കാരനെയും പണിക്കാരനെയും ലോകത്ത് സൃഷ്ടിച്ചിട്ടുണ്ട്. പണക്കാരനും ആവശ്യമാണ്, പണിക്കാരനും ആവശ്യമാണ്. എല്ലാവരും പണക്കാരായാൽ നാട് തകരും, എല്ലാവരും പണിക്കാരായാലും നാട് തകരും. അപ്പോൾ പണക്കാരനും വേണം ഇവിടെ, പണിക്കാരനും വേണം ഇവിടെ ദുന്യാവിൻ്റെ നിലനിൽപ്പിന്. അവിടെ ഇൻ റലീത്തു ബിമാ ഖസംതു ലക്ക, നിനക്ക് തരുന്നത് കൊണ്ട്, വീതിച്ച് തരുന്നത് ചിലർക്ക് അധികം കൊടുക്കും, ചിലർക്ക് കുറച്ച് കൊടുക്കും. ഈ തരുന്നത് കൊണ്ട് നീ പൊരുത്തപ്പെട്ടാൽ, നിനക്ക് തന്നത് കൊണ്ട് അൽഹംദുലില്ലാ നീ പൊരുത്തപ്പെട്ട് നന്ദിയുള്ളവനായി ജീവിക്കുകയാണെങ്കിൽ, അറഹത്തു കൽബക്ക വ ബദിനക്ക, നിൻ്റെ മനസ്സും നിൻ്റെ ശരീരമൊക്കെ സന്തോഷമായിരിക്കും, ഹാപ്പിനെസ് ഉണ്ടാകും ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെട്ടാൽ. അന്ത മഹ്മൂദുൻ എന്തി, നീ എൻ്റെ അടുക്കൽ സ്തുതിക്കപ്പെട്ടവനായി മാറുകയും ചെയ്യും. തന്നത് കൊണ്ട്, കനായത്ത് എന്ന് അതിന് പറയാം, ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിക്കുക എന്ന്. ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെടുക, അപ്പോഴാണ് അള്ളാഹു താലൻ്റെ മഹ്മൂദ് ഉണ്ടാവുക, അള്ളാഹ് സ്തുതിക്കുന്നവനാവുക. ഇല്ലം തെറുള്ള, ഇനി തൃപ്തിപ്പെട്ടിട്ടില്ലെങ്കിൽ പോരാ, ഇനിയും വേണം, ഇനിയും വേണം. ഉള്ളത് കൊണ്ട് തൃപ്തിയൊന്നുമില്ല, കിട്ടിയത് അൽഹംദുലില്ലാ എന്നതല്ലാതെ ഇനിയും ഉണ്ടാക്കണം എന്ന നിലക്ക് നീ വല്ലാതെ ജ്വരം പിടിച്ചാൽ, സല്ലത്ത അലൈക്ക ദുന്യ, നിനക്ക് ദുന്യാവ് ഒരുപാടങ്ങ് തരും. ദുന്യാവ് നിൻ്റെ മേലങ്ങോട്ട് ഭാരം ഏൽപ്പിച്ചു തരും, കണ്ടമാനം. കമ്പനികളും പറമ്പുകളും ബിസിനസ്സുകളും എല്ലാം കൂടിയായിട്ട് തന്നെ എൻ്റെ പേരിൽ ഒരുപാട് സ്ഥാപനങ്ങൾ ഇങ്ങ് തരും. സല്ലത്ത അലൈക്ക ദുന്യ. എന്നിട്ടോ ഹത്ത തെർക്കുല ഫിഹ കറക്കലിൽ വഹ്ശിഫിൽ ബരിയ, കാട്ടുജന്തുക്കൾ കാട്ടിലൂടെ കടന്ന് ഓടുന്നത് പോലെ, ലക്ഷ്യം കിട്ടാതെ കടന്ന് ഓടുന്നത് പോലെ നെന്നിട്ടിട്ട് ഇങ്ങനെ ഓടിക്കും. ഓടുന്നത് വലിയ മെർസിഡീസ് വണ്ടിയിലോ BMW അതല്ലെങ്കിൽ മറ്റുള്ള വലിയ വലിയ വില പിടിച്ച കാറുകളിലായിരിക്കും നീ കടന്ന് ഓടുന്നത്. കമ്പനീൻ്റെ പ്രശ്നം, ബിസിനസ് പ്രശ്നം, കോടതി പ്രശ്നം, കിടന്നിങ്ങനെ വട്ടം കറങ്ങണം. നിനക്ക് ഉറങ്ങാൻ സമയമല്ല, നിനക്ക് കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല. നേരെ മറിച്ച് നിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന നിൻ്റെ തൊഴിലാളികൾ കൃത്യമായി ഭക്ഷണം കഴിച്ച് സുഖമായി ഉറങ്ങുമ്പോൾ മുതലാളിയായ നിനക്ക് ഉറങ്ങാൻ ടൈമില്ല. കോടതി പ്രശ്നങ്ങളും പല പ്രശ്നങ്ങളും മീറ്റിങ്ങുകളൊക്കെ ആയിട്ട് നിനക്കിങ്ങനെ വട്ടം കറങ്ങുന്ന. ഹത്താ തെർക്കുല ഫിഹ കറക്കലിൽ വഹ്ശിഫിൽ ബരിയ, കാട്ടുജന്തുക്കൾ കാട്ടിലൂടെ ഓടുന്നത് പോലെ നിന്നിട്ടിങ്ങനെ ഓടിക്കും. ഒരൊഴിവും നിനക്കുണ്ടാവില്ല. പിന്നെ നിനക്ക് രോഗം വരും, ഭക്ഷണം കഴിക്കാൻ നിയന്ത്രണം വരും. ഇന്ന ഭക്ഷണം നിനക്ക് കഴിച്ചുകൂടാ, പ്രമേഹം, പ്രഷർ, കൊളസ്ട്രോള്, ഇങ്ങനെ തുടങ്ങി പല രോഗങ്ങളും വന്നിട്ട് ഭക്ഷണത്തിന് നിയന്ത്രണം വരും. ഇത് ഒരു പരീക്ഷണമാണ്. രോഗം വരും, അള്ളാഹു താല എല്ലാവർക്കും അങ്ങനത്തെ എല്ലാ രോഗത്തെ തൊട്ടും കാക്കട്ടെ. അങ്ങനെ നിനക്ക് വിധിച്ച് നിൻ്റെ പേരിൽ ഒരുപാട് സ്വത്തുക്കളുണ്ടെങ്കിലും നീ വിചാരിച്ച ഭക്ഷണം കഴിക്കാൻ നിനക്ക് കഴിയില്ല എന്നർത്ഥം. അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ICUവിൽ ഒക്കെ കിടക്കുമ്പോൾ എൻ്റെ പേരിൽ ഒരുപാട് സ്വത്തുണ്ട്, പക്ഷേ നിനക്ക് ഭക്ഷണം കഴിക്കാൻ ഡോക്ടറുടെ വായിലൂടെ പ്രഖ്യാപിച്ചു ഭക്ഷണം സ്റ്റോപ്പ്. എന്നിട്ട് അത്താ തെർക്കുല ഫിഹ കറക്കലിൽ ഫവ ഇസ്സത്തി വ ജലാലി, അള്ളാഹ് പറയാണ്, എൻ്റെ അഭിമാനം തന്നെയാണ് സത്യം,
എൻ്റെ വളർമ്മ തന്നെയാണ് സത്യം. അപ്പോൾ സത്യം ചെയ്ത് പറയാണ്, ലാ തുനാലു മിൻഹ ഇല്ലാമാ ഖദ്ദർ തുലക്ക. നിനക്ക് ഞാൻ കണക്കാക്കി ഒന്നുണ്ട്, അതേ നിനക്ക് അതിന് കിട്ടുള്ളൂ. എൻ്റെ പേരിൽ ഒരുപാടുണ്ടെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഞാൻ കണക്കാക്കിയതേ നിനക്ക് കിട്ടുള്ളൂ. അന്ത മധുമൂമു നിന്തി, നീ എൻ്റെ അടുക്കൽ ആക്ഷേപിക്കപ്പെട്ടവനായി തീരുകയും ചെയ്യും. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിക്കുക. ഇക്നഅബി തർക്കിൽ മുസ്തഹാവൽ ഫാഖിരി മിമ്മത്അമിൻ വമലാബിസിൻ വമനാസില. ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെടുക, വസ്ത്രത്തിലും അതുപോലെ തന്നെ വീട് ഉണ്ടാക്കുന്നതിലൊക്കെ ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെടുക. എല്ലാവർക്കും ബംഗ്ലാവ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നടക്കൂലല്ലോ. എൻ്റെ തൊട്ടടുത്ത് ഒരു നല്ല പണക്കാരൻ വന്നിട്ട് നല്ലൊരു വീടുണ്ടാക്കിക്കണം. ഇപ്പം എനിക്കൊരു വിഷമം, അതുപോലെ വീട് എനിക്കുണ്ടാക്കണം. എന്നിട്ട് വാശിയാണ്, അതിനു വേണ്ടി ലോൺ എടുത്തിട്ടും മറ്റുമൊക്കെ ആയിട്ട് എന്നെ ആകണ്ട് വട്ടം കറക്കുകയാണ്. ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെടാതെ വലിയ പവർ നടിക്കാൻ വേണ്ടി നീ വലിയ പ്രശ്നത്തിൽ അകപ്പെടുകയാണ്. സൂക്ഷിച്ച് ജീവിക്കുക. ഉള്ളത് കൊണ്ട്, അള്ളാഹു തന്നത് കൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യമാണ്. അള്ളാഹു തആല അങ്ങനത്തെ കൂട്ടത്തിൽ നമ്മളെ പെടുത്തി തരട്ടെ.